വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് പ്രാതലെന്ന് പറയുന്നത്. വൈക്കത്ത് പ്രാതൽ എങ്ങനെ കഴിക്കണമെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഇപ്പോൾ പ്രാതലിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വിശദമായൊരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ നേരത്തെ തന്നെ ചെയ്തിട്ടിട്ടുമുണ്ട്. ഇത് എങ്ങനെയാണ് ഈ പ്രാതൽ ബുക്ക് ചെയ്യേണ്ടതിനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനം എന്ന് പറയുന്നത് അന്നദാനമാണ്. നിത്യവും അന്നദാനമുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാതലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അത് പ്രതിഷ്ഠാകാലത്ത് തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതിഷ്ഠാകാലത്ത് പരശുരാമൻ ഇവിടെ എത്തിയ സകലമാന ആളുകൾക്കും മൃഷ്ടാന്ന ഭോജനം നൽകുകയും അത് തനിക്ക് അത്യന്തം പ്രിയങ്കരമായിരുന്നുവെന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രാടിയന്ത്രങ്ങളിൽ അതീവ പ്രാധാന്യത്തോടെ പരശുരാമനാൽ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ പ്രാതലെന്ന് പറയുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യവും. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാതൽ വഴിപാട് കഴിക്കുന്നതിന് കുറച്ച് ചാർജുണ്ട്. ഇനി പ്രാതൽ നിശ്ചയിച്ചു, അത് കഴിക്കാൻ സാധിച്ചില്ല, അത്രയും തുക കൊടുത്ത് സാധിച്ചില്ല എന്നുള്ള ആ ഒരു വിഷമവും വേണ്ട. പ്രാതൽ വഴിപാടായി കഴിച്ചില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് ഉണ്ണുക മാത്രം ചെയ്താൽ മതി. അതും അതിനുള്ള ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ കഠിനമായ വ്രതം നോക്കുന്നവർക്ക് പോലും വൈക്കത്തെ പ്രാതലുണ്ണാം. കാരണം അതുകൊണ്ട് വ്രതഭംഗം വരികയില്ല എന്ന് മാത്രമല്ല, അവരുടെ അതുവരെയുള്ള സകല ദോഷങ്ങളും പാപങ്ങളും ഈ പ്രാതലുണ്ണുന്നതിലൂടെ പരിഹരിക്കപ്പെടുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. പാരമ്പര്യമായി പ്രാതലിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള അവകാശം മുട്ടസ്സു നമ്പൂതിരിമാർക്കാണ്. അതുപോലെ പച്ചക്കറികൾ നുറുക്കി കൊടുക്കുന്നതിനുള്ള അവകാശം പതിനാറന്മാർ എന്നറിയപ്പെടുന്ന നായർ തറവാട്ടുകാർക്കുമാണ്. ചോറ്, പായസം, കാളൻ, എരിശ്ശേരി എന്നിവ ക്ഷേത്രത്തോട് ചേർന്നുള്ള വലിയടുക്കളയിലും ബാക്കി വിഭവങ്ങൾ ഊട്ടുപുരയോട് ചേർന്നുള്ള ചെറുകറിപ്പുരയിലുമാണ് തയ്യാറാക്കുന്നത്. നമുക്കിഷ്ടമുള്ള ദിവസം പ്രാതൽ നടത്താം. അതിന് ഒരു 2 മാസം മുൻപെങ്കിലും ക്ഷേത്രം ഓഫീസിലെത്തി നമ്മുടെ പേരും നാളും വിവരങ്ങളുമൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ 5000 രൂപയാണ് പ്രാതലിനുള്ള ചാർജ്. പ്രാതലിന് തലേന്ന് വൈകുന്നേരം അരിയളക്കൽ എന്നൊരു ചടങ്ങുണ്ട്. വൈകുന്നേരം ഒരു 5:30 ക്ഷേത്രത്തിലെത്തി പണമടച്ച് രസീത് വാങ്ങണം. പിന്നെ ദീപാരാധന തൊഴുതതിന് ശേഷം ഓഫീസിനോട് ചേർന്നുള്ള അരി അളക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക. അവിടെ ആ സമയം വിളക്കും ഗണപതിയും ഒക്കെ വെച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ടാവും. പ്രാതലിന് ചുമതലക്കാരനായ മുട്ടസ്സു നമ്പൂതിരിക്കും ക്ഷേത്രം മാനേജർക്കും യഥാശക്തി ഒരു ദക്ഷിണ ചെയ്ത് വൈക്കത്തപ്പനെ തൊഴുതു നമസ്കരിച്ച് അരി ഇളക്കുക. ചടങ്ങുകൾക്ക് ശേഷം അവിടെയുള്ള സഹായിക്കും പച്ചക്കറികൾ നുറുക്കുന്ന 16 പ്രതിനിധിക്കും യഥാശക്തി ഒരു ദക്ഷിണയും കൊടുക്കണം. പിന്നീട് പിറ്റേന്ന് രാവിലെ ഒരു 11:30 ക്ഷേത്രത്തിലെത്തുക. ഓഫീസിൽ ചെന്ന് രസീത് കാണിച്ചാൽ പ്രാതലിനുള്ള ടോക്കൺ തരും. 30 മഞ്ഞ ടോക്കണും 5 നീല ടോക്കണുമാണ് ഒരു പ്രാതലിന് തരിക. ഇനി പകർച്ച വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാത്രങ്ങളും അവിടെ ഏൽപ്പിക്കുക. പിന്നീട് ക്ഷേത്രത്തിനകത്ത് പോയി തൊഴുത് പുറത്തു വന്ന് ഉച്ചശീവേലി കഴിയും വരെ കാത്തു നിൽക്കുക. ഉച്ചശീവേലിക്ക് ശേഷം ക്ഷേത്രത്തിനകത്ത് വടക്ക് ഭാഗത്തുള്ള മാന്യസ്ഥാനത്തായി വിളക്ക് വെച്ച് വൈക്കത്തപ്പനും മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും ഊണ് വിളമ്പും. അവരുടെ ഊണിന് ശേഷം മേൽശാന്തി പ്രസാദവുമായി പുറത്തെ ബലിക്കൽപ്പുരയിലേക്ക് വരും. ആ പ്രസാദം വാങ്ങി മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും ദക്ഷിണ ചെയ്താൽ നേരെ ഊട്ടുപുരയിലേക്ക് പോവാം. ആ സമയം മേൽശാന്തി തരുന്ന ഈ ഭസ്മം ആനന്ദപ്രസാദം എന്നാണ് അറിയപ്പെടുന്നത്. വലിയടുക്കളയിലെ അടുപ്പിൽ നിന്നും എടുക്കുന്ന ചാരം അരിച്ച് തയ്യാറാക്കുന്ന ഈ ഭസ്മത്തിന് ചില ശക്തിവിശേഷങ്ങളും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും വിഷഹരമാണ്. നമുക്ക് ആവശ്യമുള്ള ടോക്കണുകൾ കയ്യിൽ സൂക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ളവ അവിടെ ഊണ് കഴിക്കാൻ കാത്തു നിൽക്കുന്നവർക്കായി കൊടുക്കുകയും ചെയ്യാം. വഴിപാട്ടുകാരിൽ 5 പേർക്ക് നീല ടോക്കൺ ഉപയോഗിച്ച് ക്യൂ നിൽക്കാതെ നേരെ ഊട്ടുപുരയിലേക്ക് പോകാം. ബാക്കിയുള്ളവർ മഞ്ഞ ടോക്കണുമായി ഊട്ടുപുരയുടെ കിഴക്ക് ഭാഗത്തായി ക്യൂ നിൽക്കുക. പച്ചടി, അവിയൽ, തോരൻ, ഉപ്പിലിട്ടത്, പപ്പടം, ആവി പറക്കുന്ന കുത്തിരിച്ചോറ്, സാമ്പാർ, കാളൻ, എരിശ്ശേരി, ഗോതമ്പ് പായസം എന്നിവയൊക്കെയാണ് സാധാരണ വിഭവങ്ങൾ. ഇലയിൽ വിളമ്പുന്ന ചോറിൻ്റെ അളവ് കാണുമ്പോൾ നമുക്ക് ഇത്രയും കഴിക്കാൻ പറ്റുമോ എന്ന് തോന്നും. പക്ഷേ എത്രയുണ്ടാലും മതി വരികയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യവും. വൈക്കത്തപ്പൻ്റെ സാന്നിധ്യമുള്ള ഈ ഊട്ടുപുരയുടെ മാത്രം ഒരു പ്രത്യേകതയാണിത്. ഊണിന് ശേഷം പകർച്ചയും വാങ്ങി മടങ്ങിപ്പോവുകയും ആവാം. വൈക്കത്ത് വന്ന് പ്രാതലുണ്ണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും വരിക, പങ്കെടുക്കുക.